അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇന്നെടുത്ത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെന്തായാലും ഫുള്ള് കാണണം. എക്സാം സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്റ്റഡി വ്ളോഗ് മതി. അതുമാത്രമല്ല, പഠിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന ഒരു സമയത്ത് ഈ സ്റ്റഡി വ്ളോഗ് കണ്ടാലും പിന്നെ അത്യാവശ്യം കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാലും കുറച്ചുകൂടെ എനർജി അല്ലെങ്കിൽ ഈ പഠിക്കാനുള്ള ഒരു എനർജി ബൂസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ആക്കാമെന്ന്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കാനിരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക, അതായത് ഫ്രഷ് മൈൻഡോട് കൂടെ ഇരിക്കുക. ഇന്ന് എന്തൊക്കെ കാര്യം പഠിക്കും അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇത്ര കാര്യം പഠിച്ച് തീർക്കും, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതായത് ഒരു ടൈം, അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ ആകുമ്പോഴേക്കും ഇത്രയും പോർഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ധാരണ വേണം പഠിക്കാനിരിക്കുമ്പോൾ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കാനിരിക്കുന്ന സ്പേസ് കുറച്ച് ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ സംഭവങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി ടേബിളിൽ. അല്ലാണ്ട് ഇപ്പം നമ്മൾ പഠിക്കുന്ന സംഭവവും വേറെ സംഭവവും അങ്ങനെ കുറേ സാധനം മിക്സായി വെച്ചാൽ ഒരു സുഖം കിട്ടൂല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീൻ ചെയ്ത് ക്ലീനായിട്ട് പഠിച്ചു പോവുക. ഒരു 10ാം ക്ലാസ് +1 +2 ആ ടൈമിലൊക്കെ എനിക്ക് വർക്കായൊരു കാര്യമാണിത്. എനിക്ക് വർക്കായതാണ്. അതായത് എല്ലാവർക്കും വർക്കാവണമെന്നില്ല, പക്ഷെ എന്നെ പോലെയുള്ളവരും ഉണ്ടാവുമല്ലോ. എക്സാമിൻ്റെ ടൈമിലൊക്കെ എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് കുറച്ച് 5 മണി അങ്ങനത്തെ സമയത്തൊക്കെ എണീറ്റ് പഠിച്ചാൽ ഒരു നേരം വെളുക്കുന്ന സമയമാകുമ്പോഴേക്കും അത്യാവശ്യം കുറേ പോർഷൻസ് കവർ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ഒരു രാവിലത്തെ സമയമാണ്, പക്ഷെ നമ്മൾ 5 മണിക്കേ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 4 hours ഒക്കെ ഒന്നിച്ച് കിട്ടും. അതുമല്ല, വേഗം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഏർലി മോർണിംഗ് പഠിച്ചാൽ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും. കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ മൈൻഡിൽ വേറെ കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു ഫ്രഷ് മൈൻഡ് കിട്ടൂല. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് പഠിച്ചാൽ നല്ല ബെനിഫിറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ 5 മണിക്കൂർക്ക് നമ്മൾ ഇരുന്നോന്ന് തോന്നിപ്പോവും. കാരണം അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടാണ് രാവിലത്തെ സമയം പോവുക. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആക്ച്വലി ഞാൻ വീഡിയോയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മാർച്ചായി, ഇന്നാണ് മാർച്ച് 1. അപ്പം അടിപൊളി സ്റ്റാർട്ടിങ് ആണ്. നമ്മുടെ കലണ്ടറൊക്കെ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കലണ്ടർ ഫ്ലിപ്പ് ചെയ്യുമ്പം എൻ്റെ കയ്യിൽ നിന്ന് കലണ്ടർ വാങ്ങിയവരൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട്. കാരണം എൻ്റെ ഫസ്റ്റ് ബിസിനസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. സോ നിങ്ങളും എന്നെ പോലെ ഞാൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യുക. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വീഡിയോ അധികം ശ്രദ്ധിക്കേണ്ട, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതെന്താ വീഡിയോ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുമ്പോൾ ചിലപ്പോൾ വീഡിയോയിലെ കാര്യം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ഈ ടിപ്സ് അങ്ങനത്തെ എനിക്ക് വർക്കായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും വീഡിയോ നോക്കിക്കോ. ഞാൻ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രദ്ധിക്കാണ്ടിരിക്കൊന്നും വേണ്ട. കാരണം വീഡിയോയിൽ കണക്ട് ചെയ്തിട്ടും നമ്മൾ പറയുന്നുണ്ട് കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ പോലെ മാർച്ചായി. മാർച്ചിലെ ചൂട് നല്ല അടിപൊളിയാണ്. മാർച്ച് ഏപ്രിൽ മാസത്തെ ചൂടൊക്കെ നല്ല സെറ്റാണ്. പക്ഷെ മാർച്ച് മാസം നമുക്ക് എക്സാമും കൂടെ ഉള്ളതുകൊണ്ട് ഈ ചൂടിന് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. സോ നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെ ജ്യൂസ് വേണമെന്നൊന്നുമില്ല. എനിക്ക് ടാങ്ക് കുടിച്ചാൽ കുറച്ച് റിഫ്രഷ് ആവും. അതായത് ഈ ഷുഗറൊന്നും ആഡ് ചെയ്യില്ല, പക്ഷെ ഇങ്ങനെ കുറേ ടാങ്കിൻ്റെ പൊടി ഇടും. ആക്ച്വലി ഇത് കുടിച്ചാൽ ഭയങ്കര കണ്ണൊക്കെ തുറന്നു പോകുന്ന അറിയില്ലേ, അങ്ങനെ തോന്നും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ഞാൻ ഇത് കുടിക്കാറുണ്ട്. സോ നിങ്ങൾ ഇങ്ങനത്തെ വെള്ളം വേണമെന്നില്ല, പക്ഷെ വെള്ളം എടുത്ത് കൊണ്ടുവച്ച് പഠിക്കുക. അതെന്തായാലും ചെയ്യാം. അത് മാത്രമല്ല, ഈ ഉച്ച സമയത്ത് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ടാസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നേരത്തെ എണീറ്റ് രാവിലെ തന്നെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഉച്ചയ്ക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ളതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം എനിക്ക് ഉച്ചയ്ക്ക് പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ല. തീരെ പ്രൊഡക്ടിവിറ്റി വർക്കാവാത്തൊരു സമയമാണ് ഉച്ച സമയം. എക്സാമിൻ്റെ ടൈമിൽ കുറച്ചുകൂടെ വർക്കാവും, പക്ഷേങ്കിൽ എന്തായാലും ഉച്ചയ്ക്ക് മുന്നേ തന്നെ പഠിക്കാൻ നോക്കുക. അതായത് ടഫ് പോർഷൻസ് ഒക്കെ ഉച്ചയ്ക്ക് മുന്നേ പഠിച്ച് തീർക്കാൻ നോക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ ഉച്ചയ്ക്കാണ് ഇരിക്കുന്നത്, കാരണം എനിക്ക് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പിന്നെ രാവിലെ ഞാനൊരു വലിയ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സ്ലോ മോർണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഉച്ച സമയം ആവാനായിട്ടുണ്ടായിരുന്നു പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ചിലർക്ക് ശരിക്കും ഈ മോർണിംഗ് പഠിക്കാണ്ട് രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട് കേട്ടോ. എക്സാമിൻ്റെ സമയത്ത് എനിക്ക് രണ്ടും ഉണ്ടായിരുന്നു. അതായത് രാത്രി എത്ര സമയം വേണേൽ ഇരിക്കുകയും ചെയ്യും, രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യും. അതായത് എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റെസ്റ്റ് അത്യാവശ്യമാണ്. എന്നാലും നമ്മൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ റെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് ദിവസം മാത്രമല്ലേ. അപ്പം നമുക്കിത് കഴിഞ്ഞാൽ, അതായത് ഈ എക്സാം കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആവും. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ മാത്രമുള്ള സമയം ഉണ്ടോ എന്നറിയില്ല, പക്ഷെ എന്തായാലും വരുന്ന ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അതെന്തായാലും കറക്റ്റായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൻ്റെ ഒരു സാറ് ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാം. നമ്മളിപ്പം ഈ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എഴുതി, അറിയാത്ത ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എഴുതി, അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ ഒരു മിക്സായിട്ട് എഴുതുന്ന അങ്ങനെ ഒരു എഴുത്തില്ലേ, അതൊന്ന് ഒഴിവാക്കിയിട്ട് കറക്റ്റ് 1 2 3 എന്നൊക്കെ പറഞ്ഞ് എഴുതുക.
അതായത് വണ്ണിൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ ആ ഒരു സ്പേസ് വിടുക, ഏകദേശം ഒരു സ്പേസ് എത്ര ഉണ്ടാവും എന്ന് അറിയാലോ, അത് വിടുക. അങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി ഒരു നീറ്റായിട്ട് തോന്നും. പിന്നെ ഈ മിക്സായിട്ട് നമ്പർ വരുമ്പോൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു നമ്പർ വൈസ് മാറ്റം വരുമല്ലോ, അപ്പോൾ ടീച്ചേഴ്സിന് തന്നെ തലപ്രാന്താവും. അതുകൊണ്ട് കുറച്ച് നീറ്റായിട്ട് കണ്ടാൽ അവർക്ക് കുറച്ചുകൂടെ ഒരു നോക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോ മൈൻഡ് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ എഴുതാൻ ശ്രമിക്കുക. ലൈക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറ്റണമെന്നില്ല, എന്നാലും പറ്റുന്ന പോലെ അങ്ങനെ ശ്രമിക്കുക. ടൈം മാനേജ് ചെയ്ത് എഴുതി കൊണ്ടുപോകണം. അല്ലെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് 5 മാർക്ക് 10 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻസാണ് വരിക. പക്ഷെ അത് ഫസ്റ്റ് നമ്മൾ വിചാരിക്കും ടൈം ഇല്ലാണ്ടായിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് എഴുതുന്നത്. എന്നാലും ടൈം നല്ല കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോയി എഴുതാം. ഇപ്പോൾ ഈ പറഞ്ഞ ടിപ്പ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ഇനി വരുന്നതും മെയിൻ എക്സാം ആണ്, അപ്പം നിങ്ങൾക്ക് സമയമില്ലാണ്ടായി പോവുകയും ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക, പറ്റുമെങ്കിൽ ചെയ്യുക, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് സാറ് 9th നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 9th ഈ പറഞ്ഞതിന് ശേഷമുള്ള എക്സാം തൊട്ട് ഈ ഡിഗ്രി ലാസ്റ്റ് ഇയർ എഴുതിയ ലാസ്റ്റ് എക്സാം വരെ ഞാൻ കറക്റ്റ് നമ്പർ ഇട്ടിട്ട് മാത്രമേ ഒരു എക്സാമും പോലും അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് തന്നെ കുറച്ച് നീറ്റായിട്ട് തോന്നും, എനിക്ക് തന്നെ കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നും. ഞാൻ ചിലപ്പോൾ കുറേ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ നമ്പർ കറക്റ്റായിട്ട് ഇടും. അതെനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. അടുത്തെന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് ഇല്ലാണ്ട് പഠിക്കുക എന്ന് പറയുന്നത് അതൊരു സുഖമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞ് ബ്രേക്കൊക്കെ എടുക്കുക, ഒന്ന് റിഫ്രഷ് ആവുക. അതെപ്പോഴാണ് ബ്രേക്ക് എടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നും. ലൈക്ക് നിങ്ങൾ പോമഡോറോ ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴാണോ അയ്യോ എനിക്ക് പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ലല്ലോ എന്ന് തോന്നുന്നത് ആ ഒരു സ്പോട്ടിൽ ബ്രേക്ക് എടുക്കുക. ഒരു 5 മിനിറ്റ് നടക്കുക, വെള്ളം കുടിക്കുക, എന്നിട്ട് തിരിച്ചു വരിക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. ചിലർക്കാണെങ്കിൽ ഈ എഴുതി പഠിച്ചാൽ നല്ലോണം മെമ്മറിയിൽ നിൽക്കും, ചിലർക്കാണെങ്കിൽ കുറേ പ്രാവശ്യം വായിച്ചാൽ മെമ്മറിയിൽ കിട്ടും. അപ്പം അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ, അതായത് എല്ലാവരും സെയിം ആവണമെന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വർക്കാവുന്നത് അത് കണ്ടുപിടിക്കാനുള്ളൊരു സമയം ഇപ്പം ഇല്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എനിക്ക് എന്താ വർക്കാവുന്നത് എന്ന്. അതനുസരിച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ സ്ലോ ആവാണ്ട്, അല്ലെങ്കിൽ എക്സാം ടൈമിൽ എക്സാം പ്രഷർ വരുമ്പം നമ്മളൊന്ന് വർക്കാവും, വേഗം തീർക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ മാക്സിമം പഠിക്കാൻ നോക്കുക. ദ നൈറ്റ് ബിഫോർ എക്സാം ആണ് ഏറ്റവും ക്രൂഷ്യൽ. നമ്മൾ അന്ന് പഠിച്ച സംഭവം തന്നെ വായിച്ചാലും ഇതെനിക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷനായിട്ട് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നൊരു സമയമാണിത്. പക്ഷേങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസോടെ പോവുക കേട്ടോ. പിന്നെ നമ്മൾ രാത്രി പഠിക്കുമ്പോൾ തന്നെ ചില സംഭവം നമുക്ക് എത്ര വായിച്ചാലും തലയിൽ കയറൂല, അത് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എന്തായാലും എണീക്കുമല്ലോ, എന്നിട്ട് ആ സമയത്ത് പഠിക്കുക. അതായത് എങ്ങനെയെങ്കിലും ഒന്ന് വായിക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക. അങ്ങനെ അതായത് അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു സെൻറ്റൻസ് എങ്കിലും എഴുതാൻ പറ്റുന്ന രീതിക്ക് പഠിക്കുക. പിന്നെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് തന്നെ ഒന്നും മറന്നു പോവാണ്ട് വേണ്ട സംഭവങ്ങളൊക്കെ എടുക്കുക. കാരണം ടെൻഷനായി നിൽക്കുമ്പോൾ എല്ലാം മറന്നു പോകും. പിന്നെ ക്ലാസ്സിലെത്തിയിട്ട് അവർ പഠിക്കുന്നത് അവരത് പഠിച്ചല്ലോ ഞാനിത് പഠിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പഠിച്ച കാര്യം ചിലപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് എക്സാം എഴുതാൻ പറ്റും, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പോവുക. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. കാരണം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്താൽ റിസൾട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ അവിടെ എൻഡായി, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ട് കാര്യം പറയുന്ന കേട്ടോ. അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്സ് ഇട്ടിട്ട് എനിക്കൊന്ന് വീഡിയോ എൻ്റെ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യം പറയാനുണ്ട്, അതും കൂടെ ഞാൻ വേഗം പറയാം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. പക്ഷേ വോയിസ് ഓവറിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ കാര്യം പറയാൻ ക്ലിപ്സും കാര്യങ്ങളും ഇല്ല. ഈ ഒരു ടിപ്സൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മനസ്സിൽ വന്നൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുമല്ല ഈ വീഡിയോ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയണമെന്നും എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമാണ്, ഫോണിൽ നോക്കിയിരിക്കേണ്ട സമയമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളും എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.